നെഹേമിയ അധ്യായം 12. ഷയാൽത്തിയേലിൻ്റെ പുത്രൻ സെറുബാബേലിനോടും യെശുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും സെറായ, യെരമിയ, എസ്ര, അമരിയ, മല്ലൂക്ക്, ഹത്തൂഷ്, ഷെക്കാനിയ, റഹും, മെറെമോത്ത്, ഇദ്ദോ, ഗിന്നത്തോയ്, അബിയ, മിയാമിൻ, മാദിയ, ബിൽഗ, ഷമായ, യോയാറിബ്, യദായ, സല്ലു, ആമോക്ക്, ഹിൽക്കിയ, യദായ. യെശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു: ലേവ്യർ യെശുവ, ബിന്നൂയി, കദ്മിയേൽ, ഷെറബിയ, യൂദ എന്നിവരും സ്തോത്രഗീതത്തിന് നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചാർച്ചക്കാരും. അവരുടെ സഹോദരന്മാരായ ബക്ബുക്കിയായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്ന് ഗാനശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. യെശുവ യോയാഖീമിൻ്റെയും, യോയാഖീം എലിയാഷിബിൻ്റെയും, എലിയാഷിബ് യോയാദായുടെയും, യോയാദ യോനാഥാൻ്റെയും, യോനാഥാൻ യദുവായുടെയും പിതാവായിരുന്നു. യോയാഖീമിൻ്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ: സെറായ കുടുംബത്തിൽ മെറായ, ജെറമിയ കുടുംബത്തിൽ ഹനനിയ, എസ്ര കുടുംബത്തിൽ മെഷുല്ലാം, അമരിയ കുടുംബത്തിൽ യഹോഹനാൻ, മല്ലൂക്കി കുടുംബത്തിൽ ജോനാഥൻ, ഷെബാനിയ കുടുംബത്തിൽ ജോസഫ്, ഹാറിം കുടുംബത്തിൽ അദ്ന, മെറായോത്ത് കുടുംബത്തിൽ ഹെൽക്കായ്, ഇദ്ദോ കുടുംബത്തിൽ സക്കറിയ, ഗിന്നഥോൻ കുടുംബത്തിൽ മെഷുല്ലാം, അബിയ കുടുംബത്തിൽ സിക്രി, മിനിയാമിൻ മൊവാദിയ കുടുംബത്തിൽ പിൽത്തായ്, ബിൽഗ കുടുംബത്തിൽ ഷമുവ, ഷമായ കുടുംബത്തിൽ യഹോനാഥാൻ, യോയാബി കുടുംബത്തിൽ മത്തനായ്, യദായ കുടുംബത്തിൽ ഉസി, സല്ലായ് കുടുംബത്തിൽ കല്ലായ്, അമോക്ക് കുടുംബത്തിൽ ഏബർ, ഹിൽക്കിയ കുടുംബത്തിൽ അഷാബിയ, യദായ കുടുംബത്തിൽ നഥനേൽ, എലിയാഷിബ്, യോയാദ, യോഹനാൻ, യദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെയും കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേരുവിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എലിയാഷിബിൻ്റെ പുത്രൻ യോഹനാൻ്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹഷാബിയ, ഷറബിയ, കദ്മിയേലിൻ്റെ പുത്രൻ യെശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പനയനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമന്തോറും ദൈവത്തിന് അർപ്പിച്ചു. മത്താനിയ, ബക്ബുക്കിയ, ഒബാദിയ, മെഷുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവരായിരുന്നു പടിവാതിൽക്കലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും. ഇവർ യോസദാക്കിൻ്റെ പുത്രൻ യെശുവായുടെ പുത്രൻ യോയാഖീമിൻ്റെയും ദേശാധിപനായ നെഹമിയായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ എസ്രായുടെയും സമകാലികരായിരുന്നു. ജെറൂസലേം മതിലിൻ്റെ പ്രതിഷ്ഠാകർമ്മം, കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടെ സ്തോത്രഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിലും നിന്ന് ലേവ്യരെ വരുത്തി. നെത്തഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറൂസലമിൻ്റെ പ്രാന്തങ്ങളിൽ നിന്നും ബത്ഗിൽഗാൽ, ഗേബ, അസ്മാവത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നുചേർന്നു. അവർ ജെറൂസലമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ, മതിൽ എന്നിവയെയും ശുദ്ധീകരിച്ചു. അനന്തരം ഞാൻ യൂദായിലെ പ്രഭുക്കന്മാരെ മതിലിൻ്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ
ഘോഷയാത്ര നടത്തുന്നതിന് 2 വലിയ ഗായക ഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. ഒരു ഗണം മതിലിനു മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി. അവരുടെ പിന്നാലെ ഹോഷായായും യൂദാപ്രഭുക്കളിൽ പകുതിയും, അസറിയ, എസ്ര, മെഷുല്ലാം, യൂദ, ബെഞ്ചമിൻ, ഷമായ, ജെറമിയ എന്നിവരും കാഹളമോതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു. യോനാഥാൻ്റെ പുത്രൻ സക്കറിയായും, യോനാഥാൻ ഷമായയുടെയും, ഷമായ മഥാനിയായുടെയും, മഥാനിയ മിഖായയുടെയും, മിഖായ സക്കൂറിൻ്റെയും, സക്കൂർ ആസാഫിൻ്റെയും പുത്രന്മാരായിരുന്നു. അവൻ്റെ സഹോദരന്മാരായ ഷമായ, അസറേൽ, മിലാലായ്, ഗിലാലായ്, മായ, നത്തനേൽ, യൂദ, ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിൻ്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു. നിയമജ്ഞനായ എസ്ര അവരുടെ മുൻപിൽ നടന്നു. ഈ സംഘം ഉറവവാതിൽ കടന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവൻ്റെ കൊട്ടാരത്തിൻ്റെ പാർശ്വത്തിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തെങ്കിലെത്തി. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടതുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടൊത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു. അവർ എഫ്രായിം കവാടവും, പ്രാചീന കവാടവും, മത്സ്യകവാടവും, ഹനാനേൽ ഗോപുരവും, ശതഗോപുരവും, അജകവാടവും പിന്നിട്ട് കാവൽപ്പുരയ്ക്കടുത്തുള്ള കവാടത്തെങ്കിൽ എത്തിനിന്നു. കൃതജ്ഞതാസ്തോത്രം ആലപിച്ചുകൊണ്ടിരുന്ന 2 ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമോതിക്കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കീം, മാസയ, മിനായാമിൻ, മിഖായ, എലിയോവേനായ്, സഖറിയ, ഹനാനിയ എന്നിവരും പിന്നാലെ മാസയ, ഷമായ, എലയാസർ, ഉസി, യഹോഹനാൻ, മൽക്കിയ, ഏലാം, ഏസർ എന്നിവരും ദേവാലയത്തിൽ എത്തി. എസ്രാഹിയായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനമാലപിച്ചു. അന്ന് അവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇട നൽകി. സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു. ജെറൂസലമിൻ്റെ ആഹ്ലാദത്തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു. പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു. ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യരിലും യൂദാജനം സംപ്രീതരായിരുന്നു. അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു. ദാവീദിൻ്റെയും പുത്രൻ സോളമൻ്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. പണ്ട് ദാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു. സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു. സെറുബാബേലിൻ്റെയും നെഹമിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം കൊടുത്തിരുന്നു. ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു. ലേവ്യർ അഹ്റോന്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവയ്ക്കുകയും ചെയ്തിരുന്നു. Chapter 12. The following are the priests and Levites who returned with Zerubbabel son of Shealtiel and Jeshua, Seraiah, Jeremiah, Ezra, Amariah, Malluch, Hattush, Shechaniah, Rehum, Meremoth, Iddo, Ginnethon, Abijah, Mijamin, Maadiah, Bilgah, Shemaiah, and Joarib, Jedaiah, Salu, Amok, Hilkiah, Jedaiah. These were the priestly heads and their brethren in the days of Jeshua. The Levites were Jeshua, Binnui, Kadmiel, Sherebiah, Judah, Mattaniah.
The last mentioned, together with his brethren, was in charge of the hymns, while Bakbukiah and Unno and their brethren ministered opposite them by turns. Jeshua became the father of Joachim, Joachim became the father of Eliashib, and Eliashib became the father of Joiada. Joiada became the father of Johanan, and Johanan became the father of Jaddua. In the days of Joachim, these were the priestly family heads: for Seraiah, Meraiah; for Jeremiah, Hananiah; for Ezra, Meshullam; for Amariah, Jehohanan; for Malluch, Jonathan; for Shebaniah, Joseph; for Harim, Adnah; for Meremoth, Helkai; for Iddo, Zechariah; for Ginnethon, Meshullam; for Abijah, Zichri; for Miamin; for Meadiah, Piltai; for Bilgah, Shammua; for Shemaiah, Jehonathan; and for Joarib, Mattanai; for Jedaiah, Uzai; for Salu, Kalai; for Emok, Eber; for Hilkiah, Hashabiah; for Jedaiah, Nethanel. In the time of Eliashib, Joiada, Johanan, and Jaddua, the family heads of the priests, were written down in the book of Chronicles up until the reign of Darius the Persian. The sons of Levi, the family heads, were written down in the book of Chronicles up until the time of Johanan, the son of Eliashib. The heads of the Levites were Hashabiah, Sherebiah, Jeshua, Binnui, Kadmiel. Their brethren who stood opposite them to sing praises and thanksgiving in fulfillment of the command of David the man of God, one section opposite the other, were Mattaniah, Bakbukiah, Obadiah, Meshullam, Talmon, and Akub were gatekeepers. They kept watch over the storerooms at the gates. All these lived in the time of Joachim, son of Jeshua, son of Jozadak, and in the time of Nehemiah the governor, and of Ezra the priest-scribe. At the dedication of the wall of Jerusalem, the Levites were sought out wherever they lived and were brought to Jerusalem to celebrate a joyful dedication with thanksgiving hymns and the music of cymbals, harps, and lyres. The Levitical singers gathered together from the region about Jerusalem, from the villages of the Netophathites, from Beth Gilgal, and from the plains of Geba and Asmaveth, for the singers had built themselves settlements about Jerusalem. The priests and Levites first purified themselves. Then they purified the people, the gates, and the wall. I had the princes of Judah mount the wall, and I arranged 2 great choirs. The first of these proceeded to the right, along the top of the wall in the direction of the dung gate, followed by Hoshaiah and half the princes of Judah, along with Azariah, Ezra, Meshullam, Judah, Benjamin, Shemaiah, and Jeremiah, priests with the trumpets, and also Zechariah, son of Jonathan, son of Shemaiah, son of Mattaniah, son of Micaiah, son of Zakkur, son of Asaph, and his brethren Shemaiah, Azarel, Milalai, Gilalai, Meai, Nethanel, Judah, and Hanani, with the musical instruments of David the man of God. Ezra the scribe was at their head. At the spring gate they went straight up by the steps of the city of David and continued along the top of the wall above the house of David until they came to the water gate on the east. The second choir proceeded to the left, followed by myself and the other half of the princes of the people along the top of the wall past the oven tower as far as the broad wall, then past the Ephraim gate, the new city gate, the fish gate, the tower of Hananel, and the 100 tower, as far as the sheep gate, and they came to a halt at the prison gate. The 2 choirs took up a position in the house of God. I, too, who had with me half the magistrates, the priests Eliakim, Maaseiah, Minjamin, Mechiah, Elonai, Zechariah, Hananiah with the trumpets, and Maaseiah, Shemaiah, Eleazar, Uzai, Jehohanan, Malchijah, Elam, and Ezer. The singers were heard under the leadership of Jezrahiah. Great sacrifices were offered on that day, and there was rejoicing over the great feast of the Lord in which they shared. The women and the children joined in, and the rejoicing at Jerusalem could be heard from afar off. At that time men were appointed over the chambers set aside for stores, offerings, firstfruits, and tithes. In them they were to collect from the fields of the various cities the portions legally assigned to the priests and Levites.
For Judah rejoiced in its appointed priests and Levites, who carried out the ministry of their God and the ministry of purification, as did the singers and the gatekeepers, in accordance with the prescriptions of David and of Solomon his son. For the heads of the families of the singers and the hymns of praise and thanksgiving to God came down from the days of David and Asaph in times of old. Thus all Israel, in the days of Zerubbabel and in the days of Nehemiah, gave the singers and the gatekeepers their portions according to their daily needs. They made their consecrated offerings to the Levites, and the Levites made theirs to the sons of Aaron.